ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ ചായകുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വാർപ്പിൻ്റെ മുകൾക്കൊന്ന് കയറി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയതായിട്ടൊക്കെ അവിടെയും ഇവിടെയായിട്ട് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് വിചാരിച്ച്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കയ്യോ കാലൊക്കെ മുറിഞ്ഞിട്ട് ഊരൊക്കെ മുറിഞ്ഞ് വീഴാൻ സാധ്യത ഉണ്ട്. കാരണം അത്രയ്ക്ക് വെളിച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെയിലറിക്കട്ടെ വിചാരിച്ചിട്ട് താഴേക്ക് തന്നെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാനൊരു ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ യൂട്യൂബ് ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൈപ്പക്ക കറി വെക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടി കൈപ്പക്ക കഷ്ണങ്ങളായി വെട്ടിയെടുത്തിട്ടുണ്ട്. പച്ചമുളക് 3 അതും വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു സവാള കൂടി വെട്ടിയിട്ടിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് വെച്ചാൽ എനിക്ക് 70 വീഡിയോസ് ഇട്ടപ്പോഴേക്കും 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. 100 ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് തൂമിച്ച് ഒഴിക്കണം. അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി കഷ്ണങ്ങളായി വെട്ടിയിട്ട് കൊടുക്കുക. അതൊന്ന് ബ്രൗൺ കളറായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറി ഒഴിച്ച് കൊടുക്കുക. കറി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിന് ശേഷം ഞാൻ വീണ്ടും വാർപ്പിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ പുരയുടെ ചുറ്റുഭാഗത്തും മരങ്ങളായ കാരണം പെട്ടെന്നൊന്നും വെയിൽ ഇതിലേക്ക് തട്ടൂല കേട്ടോ. അത് കാരണം വെള്ളം കുറച്ചേ വറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ചെരുപ്പ് എടുത്തു കൊടുന്നു. കാരണം ഗ്രിപ്പുള്ള ചെരുപ്പ് ഇട്ടാലേ കാര്യമുള്ളൂ. അങ്ങനെ ഇപ്പോൾ അതാ ഞാൻ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നിയതൊക്കെ പറയാനും എനിക്കിഷ്ടമുള്ളത് പറയാനും ഇഷ്ടമുള്ളത് ചെയ്യാനും ദേഷ്യവും സങ്കടവും ഒക്കെ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ യൂട്യൂബിനെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതാണ്. ഇവിടെയാണെങ്കിൽ പെട്ടെന്നൊന്നും വെള്ളം വറ്റിപ്പോവില്ല. കാരണം ഇത് കോൺക്രീറ്റ് ചെയ്ത പോലെ തന്നെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലൊന്ന് സിമെൻറ്റ് ഇട്ടിട്ട് ഒന്ന് കൂടി വൃത്തിയാക്കിയിട്ട് മിനുസപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ ഈ വെള്ളമൊക്കെ ഒലിച്ച് പോവും. ഇതിപ്പോൾ ഈ കോൺക്രീറ്റ് ഇട്ട പോലെ തന്നെയാണ് നിൽക്കുന്നത്. അത് കാരണം ചൂലുകൊണ്ട് നന്നായിട്ട് തന്നെ കുത്തി അടിച്ച് ഒരു വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെയൊക്കെ ഓവ് ഉണ്ട്. ആ ഓവിലൊക്കെ പോയിട്ട് ഞാനൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പലരും വീഡിയോ ഇട്ട് സ്വന്തം വീട്ടുകാർ മാത്രമേ വർഷങ്ങളോളം കണ്ടിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മാഷാ അള്ളാ, എൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റിൽ അപ്ലോഡ് ചെയ്തത് ഷോർട്ടായിട്ടാണ്. അത് തന്നെ 1000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സുഹറ മറിയം എന്നാണ്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം അതാ ഞാൻ നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലായിടത്തോട്ടെ. വെള്ളം ചെറുതായിട്ടൊക്കെ അവിടെയും ഇവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അത് ഇനി അങ്ങനെ വൈകുന്നേരം വരെ വെയിൽ ഉദിച്ച് നിൽക്കുകയാണെങ്കിൽ അണ്ട് ഉണങ്ങിപ്പോയിക്കോളും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ താഴെ ഇറങ്ങി വന്ന് കുളിച്ച് വൃത്തിയായതിൻ്റെ ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചോറിനാ വിചാരിച്ച്. അപ്പോൾ ചോറിന് കൂട്ടാനായിട്ട് മീൻ പൊരിച്ചതുണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്, ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്, പിന്നെ ഒരു കറിയും കൂടി